ഹായ്, ഞാൻ റീനസ് ആണേ. ഞങ്ങൾ ഇന്ന് ചൂട് കാരണം പുറത്ത് പോകാൻ നിൽക്കുവാണ്. ഞാൻ പറയുന്നുണ്ട് എന്റെ കണ്ണിന്റെ ചുറ്റും ചൂടടിച്ചിട്ട് വേദന എടുക്കും. ഞാൻ സൺഗ്ലാസ് ഒക്കെ അടിച്ചിട്ടാണ്. അപ്പത്തേ നോക്കുമ്പോ അമ്മ ഒരു കവറില് ഒരു സാധനം പൊതിഞ്ഞു പിടിച്ചേക്കുന്നത്. ഞാൻ നോക്കിയപ്പോ അത് ടാബ്. അമ്മ പറയാണ് ഇത് പുറത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇത്രയും വലിയ സാധനമല്ലേ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ ഇതിന് ഒത്തിരി പൈസ ആകുന്ന സാധനമാണ്, ഇത് എല്ലാരും കൈ പിടിക്കാൻ ആഗ്രഹിക്കുന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞു. അമ്മ കുറെ കളിയാക്കി. അമ്മ കവറിൻ്റെ അകത്ത് ഇത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നതിന് പറഞ്ഞു കുറെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോ അമ്മ പറഞ്ഞു ഇത് പൊട്ട സാധനം, ഇത് ചാർജ് ഇല്ലല്ലോ, ഇത് നന്നാക്കിയിട്ടാണെങ്കിൽ കൈ പിടിക്കാന്ന്, നന്നാക്കാത്ത സാധനം എങ്ങനെ പിടിക്കുമെന്ന്. എന്നിട്ടിപ്പോ ഞാൻ പറഞ്ഞു അന്നെങ്കിൽ തന്നേക്കുന്നത്. അപ്പൊ അമ്മ പറഞ്ഞില്ല ഞാൻ ഇതിൽ പിടിച്ചോളാം. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി ഞങ്ങൾ കളിയാക്കിപ്പോ. അമ്മയുടെ ഫോൺ എടുത്ത് പിടിച്ചിട്ട് പറയാണ് ഫോണാണ് നല്ലത്, ഇതല്ല എന്ന് പറയുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഇതിന് ഇത്ര വിലയാകുമെന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മ പറഞ്ഞു ഓക്കെ ഞാൻ ഇതിന് കൈ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അമ്മക്ക് കളിയാക്കി ഇപ്പൊ കാര്യം പിടികിട്ടി. എന്നിട്ട് ഞങ്ങൾ ഓട്ടോയിലേക്ക് കയറി. ഇത് ഞങ്ങളുടെ ശകടം, ഇതിലാണ് ഞങ്ങളുടെ സഞ്ചാരം മുഴുവൻ. ഞങ്ങൾ ഇന്ന് ചൂടുകൊണ്ട് ഒട്ടും രക്ഷയില്ല. ഈ ഓട്ടോയ്ക്കകത്ത് ഈ ടാർപോളിന്റെ ചൂട് കാരണം ഞങ്ങൾക്ക് അതിന്റെ തിരിക്കാൻ മേല. എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഒരു താരം വരാനുണ്ട്, വരട്ടെ കാണിച്ചു തരാം. ഞാൻ ആ താരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് അമ്മേനും കൂടെ പറഞ്ഞു അമ്മേ കയറി ഇരിക്കുക, അപ്പം വന്നോളൂ എല്ലാവരും വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറി ഇരുന്നപ്പോഴത്തേനും ആണെങ്കിലുണ്ടല്ലോ അമ്മ പറയാണ് ഈ ടാബ് കൈ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാഗ് എടുത്ത് വെച്ച് നോക്കി. ബാഗിൽ എന്താണെന്നൊക്കെ നോക്കുക. അമ്മയുടെ ബാഗിൻ്റെ അകത്ത് പൈസ ഉണ്ടോ എന്നാണ് നോക്കിയത്. പുറത്തു പോകല്ലേ, ഈ പൈസ അമ്മയുടെ കയ്യിൽ നിന്നാണ് ചെലവ് മുഴുവൻ. എന്നിട്ട് ഞാനത് പറഞ്ഞു അമ്മ ഇതിനകത്ത് അമ്മയുടെ ടാബ് മേടിച്ച് ടാബിന്റെ പുറവ് മുഴുവൻ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സുന്ദരി കോതയുണ്ട്, എനിക്ക് കാണിച്ചു തരാം. അതിന്റെ സ്റ്റിക്കർ മുഴുവൻ ഞാൻ നോക്കി, ഓരോന്ന് നോക്കി. ഇപ്പോഴാണ് ഞാൻ ഇത് കയ്യിൽ തൊടുന്നത് തന്നെ. ഇത് ഇത്ര ദിവസം ഇവിടെ ചത്ത് കിടക്കുമായിരുന്നു, എനിക്ക് അറിയത്ത പോലും ഉണ്ടായിരുന്നില്ല. ഇത് നന്നാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ കൊണ്ടുപോണത്. എന്നിട്ട് കുറെ നേരമായിട്ട് വരുന്നു സുന്ദരി വരുന്നുണ്ടോ, കണ്ണാടിയൊക്കെ വെച്ച് തകർത്താണ് വരുന്നത്. വരവ് കണ്ട അറിഞ്ഞൂടേ എന്താ കഥ. ചൂട് കാരണം പുള്ളിക്കാരി അവിടം വരെ വന്ന് സ്റ്റോപ്പായി പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു ഐസ്ക്രീമെങ്കിലും മേടിച്ചുതരാം, നീ കയറി വണ്ടിയിൽ എന്ന് പറഞ്ഞ് ഇപ്പൊ ഇതിന് അച്ഛയുടെ വിളിക്കാം ഗ്ലാമറാണോ. അച്ഛ പറഞ്ഞ് ഗ്ലാമറാന്ന് പറയുന്നതിന് മുമ്പ് അച്ഛ താക്കോല് മറന്നു. ഞങ്ങളെ ശകടത്തിന്റെ താക്കോല് എടുക്കാൻ അച്ഛ വീണ്ടും കഥ തുറക്കേണ്ടി വന്നു. അപ്പൊ പിന്നെ മീറ്റായി. കുറെ നേരം കൂടി ഞങ്ങൾ പൊള്ളിയ ചൂടിലേക്ക് അതേ ടീം പുറത്തോട്ട് ചാടണോ അകത്തോട്ടിരിക്കണോ എന്ന രീതിയിലായിരിക്കണത്. എന്നിട്ട് ഞാൻ ചാടും ഇപ്പ ചാടും എന്നൊക്കെ പറയുന്നിട്ട് ഞങ്ങൾ ചിരിച്ചിരിച്ച് പാടിയിട്ട്. അപ്പൊ അച്ഛൻ താക്കോലുമായിട്ട് വന്നു. ഞങ്ങൾ ഈ വണ്ടി എടുത്ത് ആട്ടോ കൊണ്ടോറ്റയിടി. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണെന്ന് ഓർക്കരുത്. ഇതിന്റെ ഫ്രണ്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ ഇടിച്ച് തകർത്തിരിക്കുന്ന വണ്ടിയാണ്. ഇതിനു മുമ്പ് ഞങ്ങൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, എടുക്കാനും പറ്റിയിട്ടില്ല. കാരണം കിളി പോയ അവസ്ഥയായിരുന്നു അന്നത്തെ ദിവസം. അത് കഴിഞ്ഞ് നോക്ക് ആ സ്ക്രാച്ചസ് അച്ഛ മാറ്റും. ഞങ്ങൾ കടയിലെത്തിയപ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല ആംബിയൻസ്, നല്ല എ സി. നമുക്കില്ലാത്ത എ സി കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് കടയിൽ പോയിരിക്കുന്നത്. നിങ്ങളാരെങ്കിലും ഇങ്ങനെ പരീക്ഷിച്ചിട്ടോ? ഞങ്ങൾ ഇതാണ് സ്ഥിരം. നാരങ്ങ വെള്ളം കുടിക്കാൻ കയറും, കടയിലിരിക്കത്തേ അവന് ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്തതിന്റെ കിസ്സാണ് എനിക്ക് കിട്ടിയത്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം വരുമ്പം കണ്ടോണം ആളുടെ ബഹളം. ഞങ്ങളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനും കിട്ടേണ്ട സാധനം കിട്ടിയപ്പോ എനിക്കും കിട്ടി. വന്നു സാധനം കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഇവർക്ക് ഞാൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കഴിക്കണമെന്ന്. അത് എടുത്ത് വെച്ച് ഭംഗി കാണും, ആദ്യം തിന്നാൻ നോക്കടി എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അവൾ അതിന്റെ ഭംഗി കണ്ടിട്ട് സന്തോഷം കൊണ്ട് തിരിച്ച് മറിച്ച് പിടിച്ച് നോക്കുകയാണ്. ഒരാളിവിടെ തത്രപ്പാടുപെട്ട് അഴിക്കാനുള്ള പരിപാടിയിലാണ്. എവിടെ ഇതെന്നെങ്ങാനും അഴിക്കും, ഇതിന്റെ ചുറ്റിന് എന്തിനാ അമ്മേ ഇത്രയും പ്ലാസ്റ്റിക് കവർന്ന് അവൻ ചോദിക്കുന്നത്. തിന്നുന്ന ഫുഡിന്റെ മേളിൽ എന്തിനാ അമ്മേ പ്ലാസ്റ്റിക്? അതാ അവള് സന്തോഷം കൊണ്ട് ക്യാമറയിലേക്ക് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അത് ഞാനത് തുറന്ന് ഒരു തരത്തെ കവറെടുത്ത് മാറ്റി ഈ പ്ലാസ്റ്റിക് കവറിലായിരുന്നു വേഗം തിന്നാന്ന് പറഞ്ഞ് അതൊന്ന് ക്യാമറയിൽ കാണിക്കാൻ 1000 വട്ടം പറഞ്ഞിട്ട് എവിടെ ഇത് കഴിക്കേണ്ടതിന് തുറക്കുന്നു, പ്ലേറ്റ് തള്ളിപ്പോകുന്നു. ഇതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലെങ്കിൽ അവൻ നന്നായിട്ട് അത് കഴിച്ചു. അവന്റെ ആസാദനം കാണാൻ പറഞ്ഞില്ലേ നല്ല ഫുഡിയാണ് ഞങ്ങളുടെ ഫാമിലി. ഞാനിവരുടെ കഴിച്ചില്ലെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ ഓർഡർ ചെയ്യുള്ളൂ. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും അമ്മ അന്നേരപ്പത്തേനും ഒരു കട്ട്ലേറ്റ് ഫുള്ള് അകത്താക്കിയിട്ടുണ്ട്. ആ കാര്യം പറയാൻ ഞാൻ മറന്നുപോയതാണ് കേട്ടോ. ഇപ്പഴാ ഓർത്തത്. ഞങ്ങളുടെ ചാനലിന്റെ പേര് നിങ്ങൾക്കറിയാവോ? ലൈഫ് വിത്ത് 3 കണ്ടില്ലേ? 3 ജനറേഷനിലിരിക്കുന്നത്. സൈലന്റ് ആണെന്ന് തോന്നുന്ന ഞങ്ങളുടെ അമ്മയും അതിന്റെ കൂടെ ബഹളം പിടിച്ചിരിക്കുന്ന ഞാൻ
അതിന്റെ കൂടെ ചില കൂശുമ്പും കുന്നായ്മ കുത്തുന്ന 2 പിള്ളേരുമാണ് എനിക്കുള്ളത്. അവന്റെ കൈ മുഴുവൻ സോസായി. അവനത് കഴിയാനാ പോകുന്നത്. അപ്പോഴത്തേനും ഞാനൊരു ബർഗർ ഓർഡർ ചെയ്തു. അപ്പം ബർഗർ തീരുന്ന സമയം കൊണ്ട് ഞാൻ ഒരു ബർഗർ കൂടെ ഞാൻ കഴിക്കേണ്ടി വന്നു. ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും പുള്ളി ഓടി തിരിച്ച് വന്നു കേട്ടോ. വന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തിന്നാ മതി, ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ തന്നേക്കെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിത് ഇഷ്ടമാണ്, ഞാൻ തിന്നുവാന്നൊക്കെ പറയുന്നുണ്ട്. അവനെനിക്ക് അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആണെങ്കിലും ഉണ്ടല്ലോ ഇവിടെ സംഭവിക്കും. ഇപ്പം ചൂട് കൊണ്ടായതുകൊണ്ട് അവൻ ഐസ്ക്രീം ഐസ്ക്രീമല്ല ഷേക്ക് കേട്ടോ. ഞാൻ ഐസ്ക്രീം നോക്കുന്നത്. ഷേക്ക് വേണ്ട, നാരങ്ങ വെള്ളം മതി എന്ന് പറഞ്ഞു. കുടിച്ചപ്പോഴത്തേനാ പറയാം, നാരങ്ങ വെള്ളത്തിന് ഭയങ്കര ഉപ്പാത്. അതുകൊണ്ട് അവൻ കുടിച്ചില്ല, ഷേക്ക് കുടിച്ചു. കാലൊക്കെ കൊത്തി കുടിക്കാനൊക്കെ പറയുന്നുണ്ട്. അമ്മ ആ സമയം കൊണ്ട് കാലിയാക്കി ഗ്ലാസ്. ഞങ്ങളിവിടെ തണുത്ത് മരിച്ച് ഇത് കഴിക്കുമ്പോൾ നല്ല തണുപ്പാ. അമ്മ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ചൂടാന്ന് പറഞ്ഞുകൊണ്ടാവൻ കുറേ നേരം ഞങ്ങൾ അത് കഴിക്കാൻ തന്നെ സമയമെടുത്തു. ഇപ്പം ഈ ടീം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന എന്തിനാണെന്നറിയാവോ? ഷെയ്ക്ക് അങ്ങ് തീർന്ന ടീമിൻ്റെ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാനിത് കഴിക്കുന്നതിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് കഴിച്ച് തടിച്ചാൽ എന്നെ തിന്നുന്ന കാര്യത്തിൽ ഞാൻ മുമ്പന്തില്ലാന്നൊക്കെ പറഞ്ഞില്ലേ, വയറിച്ചിരിയേ ഉള്ളൂ, ഇത് എൻ്റെ പ്രൊട്ടക്ഷനാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ റിഗൽസും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞൊക്കെ തള്ളി. അന്നേരം ഇപ്പോൾ കൊച്ചു പറയാം, അമ്മ തിന്നോ, ഞാനല്ലേ അമ്മയുടെ വയറ് ഇത്രയും വലുതാക്കിയത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, സാരില്ല, കുഞ്ഞു വന്ന വയറല്ലേ, ഇരിക്കട്ടെ, അമ്മയുടെ കൂടെ തന്നെ ഇരിക്കട്ടെ എന്ന് അമ്മ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതിനപ്പത്തേനുമാണ് യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് പിന്നീട് സംസാരം. ഇതിൻ്റെ വോയിസ് ഓവറൊക്കെ കൊടുക്കണം എനിക്കൊന്നും അറിയത്തില്ലെന്നൊക്കെ ഞാൻ പറയുക. സത്യമായിട്ടും എനിക്കറിയത്തില്ല ഇവിടെ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഇപ്പം ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാൻ അറിയത്തില്ല. നിങ്ങൾ കേൾക്കുന്നവർക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അതിട്ട സംഭവമല്ലേ, നമുക്കിതൊക്കെ പിന്നെ ശരിയാക്കാം. അവൻ ഷേക്ക് നിന്നും ഇരുന്നും കിടന്നും കുടിക്കുന്നത്. നൈസായിട്ട് ഞങ്ങൾ വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ചെറിയ ഷെയറിങ് നടക്കും. കണ്ടോണം കേട്ടോ, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഞാനിത് ഈ വീഡിയോ എടുക്കുമ്പോഴാണ് കാണുന്നത് ഇവിടെ ഷെയറിങ് ഒക്കെ ഉണ്ടെന്ന്. ഇതെങ്ങനെ ഷെയർ ചെയ്ത് കുടിച്ചു? ആ ഗ്ലാസ് മറവ് കാണാനും പറ്റുന്നില്ല. അതിലൊരു സ്ട്രോയേ ഉള്ളൂ. ഇവൾ എവിടെ നിന്ന് കുടിച്ചു എന്ന് എനിക്കറിയില്ല, ഇനി ചോദിക്കണം. എന്നിട്ട് ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നതിനും ഓരോന്ന് പറയാം. അമ്മ പറയണത് ഈ ഷേക്കൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചുമയാ. കണ്ടോ ഇതിൻ്റെ പ്രൂഫ് ടോപ്പ് കണ്ടോ, ഇതുപോലെ വേണം നമ്മുടെ റൂം. എവിടെ ലൈഫ് പദ്ധതിക്ക് ഇട്ടിരിക്കുന്ന വീടുമായിട്ട് പണി തീരാത്തൊരു വീടുമായിട്ടിരിക്കുന്ന അമ്മയാണ് പറയുന്നത് ഇതുപോലെ വേണം, ഇതിൻ്റെ പ്രൂഫ് ടോപ്പ് വേണം നമ്മുടെ വീടിന്. ഇത് പണിയാനുള്ള കാശുണ്ടെങ്കിൽ നമ്മൾ ആരാകും? ഞാനത് കോർത്തിച്ചിരിക്കുന്നുണ്ട് മനസ്സിൽ. അത് കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ഞങ്ങളൊരു ചെറിയ ഷോപ്പിങ്. ഇവളെയും കൊണ്ടൊക്കെ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പോയ ഞാൻ 10-20,000 രൂപയുടെ സാധനം മേടിക്കേണ്ടി വന്നിട്ടുണ്ട്. കണ്ടോണം. ഇപ്പൊ ഈ ചെരുപ്പം ഇഷ്ടപ്പെട്ടു എന്ന് പറയും, അടുത്തതിടുമ്പോൾ അതും ഇഷ്ടപ്പെട്ടു എന്ന് പറയും. പക്ഷെ ഞങ്ങൾ ആദ്യം കണ്ട ചെരുപ്പേ എടുക്കുള്ളൂ. ഏത് കടയിൽ പോയാലും അങ്ങനെയാണ്, ആദ്യം കണ്ട ചെരുപ്പെടുക്കും. പക്ഷെ ഒരു 150 ചെരുപ്പ് എടുത്തും സ്ഥിരം പോകുന്ന കടയായതുകൊണ്ട് അവിടുത്തെ പിള്ളേർ പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ചേച്ചി തിരിച്ചു വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ആ താഴെ തന്നെ വെച്ചാൽ മതി, ഞങ്ങൾ എടുത്തു വെച്ചോളാം. അവിടെ ഒന്നും ആരും വരാനില്ല. കാരണം ഞങ്ങളടുത്തോട്ട് വരേണ്ട ആവശ്യമില്ല. ഞങ്ങളിങ്ങനെ തപ്പിയും പെറുക്കിയും നടന്ന് ഒരു 10 ജോഡി ഒരു ദിവസം ഞങ്ങൾ ഒരു 3 ജോഡിയെങ്കിലും എടുക്കും എല്ലാവർക്കും. ആഴ്ച പോയി ചെരുപ്പെടുക്കുന്നുണ്ടെന്നാ തോന്നുന്നേ. കാരണം അതുപോലത്തെ നടപ്പാണ് നടക്കുന്നേ. ചെരുപ്പ് മാത്രം എന്തെങ്കിണ്ടേ എൻ്റെ കുഞ്ഞിൻ്റെ ചെരുപ്പെടുത്ത് കിടക്കുന്നത് കണ്ടോ, അതിൻ്റെ പരിപാതായി. അതുകൊണ്ടാണ് പുതിയ ചെരുപ്പെടുക്കുന്നത്. ഈ ചൂടത്ത് അവന് ഇഷ്ടപ്പെട്ട ചെരുപ്പെടുത്തോളാൻ പറയുമ്പോൾ മെതിയടി പോലത്തെ ഒരു ചെരുപ്പ്. എനിക്കത് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഞാനെന്തും പറഞ്ഞു കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ് എടുത്തോളാൻ. പക്ഷെ അവൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് വിരലിൻ്റെ പൊക്കത്തുകൂടെ എന്തോ വള്ളി വേണമെന്ന്. ഏത് വള്ളിയാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, പക്ഷെ വിരലിൻ്റെ പൊക്കത്തൂടെ വള്ളി. പിന്നെ ഇവൻ പറയുന്നുണ്ട് ഏതോ കട്ടൻ ചായ കുടിക്കുന്ന കാര്യം. ഏത് കട്ടൻ ചായയാണ് ചെരുപ്പ് വെച്ച് കുടിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കണേ. അന്നേരപ്പോഴാണ് അവിടെ നിന്ന് കടയിൽ ചെറുക്കൻ പറയാം, ചേച്ചി കട്ടൻ ചായ കുടിക്കുന്നത് മമ്മൂക്കയാണെന്ന്. ഞാൻ അന്നേരപ്പോൾ ഓർക്കണത് ലേഡീസ് സെക്ഷനിൽ പോയി അവൻ അടുത്ത ചെരുപ്പം പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. അത് ലേഡീസ് ആണെന്ന് അവനറിയത്തില്ല, ഞങ്ങളെല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു മിണ്ടണ്ട, അവന് ഇഷ്ടപ്പെട്ട അതാണെങ്കിലും എടുക്കാന്ന്, കാരണം തപ്പാൻ വയ്യേ. അതെടുത്തോണ്ട് വന്നപ്പോൾ സൈസ് ചെയ്യത്തില്ല. ഞാൻ പിന്നെ അത് എടുത്തോണ്ട് പോയി തിരിച്ചു കൊണ്ടുവച്ച സമയം കൊണ്ട് പുള്ളി ഒരു ചെരുപ്പ് കണ്ടുപിടിച്ചു. ഏതാണെന്നറിയോ? മമ്മൂട്ടിയുടെ ചെരുപ്പ്.
ഇതിൽ കട്ടൻ ചായ കുടിക്കാനുള്ള ഗ്ലാസും കൂടെ വാങ്ങണം എന്നാ ടീം പറയണത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഇപ്പൊ ഈ ചെരുപ്പെങ്കിലും നീ കാലിലിടാൻ പറഞ്ഞു. ചെരുപ്പ് കാലിലിട്ടിട്ടൊരു പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഭയങ്കര സന്തോഷമാവും. പിന്നെ അവൻ്റെ ഒരു പ്രകടനം അവിടെ കിടന്ന് ഞാൻ അവനോട് ചോദിച്ചു, ഈ സ്റ്റെപ്പ് കളിക്കാൻ നിനക്ക് പറ്റുമോ? ആ കണ്ട സ്റ്റെപ്പോട് സ്റ്റെപ്പ്. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ ആടും കേട്ടോ. ഞങ്ങൾ സ്റ്റെപ്പ് ഇടുന്ന കാര്യത്തിൽ മുന്നോട്ട് നിൽക്കും. അമ്മ അന്നേരത്തെ അടുത്ത ചെരുപ്പ് കാലെ കിടക്കുന്ന സെയിം ചെരുപ്പ് കളറ്, അതേ സെയിം സാധനം. ഇതിന് 3 വള്ളിയുണ്ടെങ്കിൽ അതിന് 2 വള്ളിയുള്ള വ്യത്യാസം. എടുത്ത് ഇത് കൊള്ളാവോ എന്ന് ചെറുക്കനോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങീന്ന് കണ്ടു സെയിം കളർ ചെരുപ്പാണെന്ന്. ഞാൻ പറഞ്ഞു, അമ്മ ആ കളർ ചെരുപ്പ് വേണ്ട, ഇത് സെയിമാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പുറത്തു പോകും. ഞാൻ പറഞ്ഞില്ലേ അടുത്ത ചെരുപ്പ് വിട്ടുകൊണ്ട് വന്നു. ആദ്യത്തെ ചെരുപ്പ് എടുത്ത് ഞങ്ങൾ കൊടുത്തു. പിന്നെയും പുള്ളിക്കാരി സെയിം അതേപോലത്തെ ചെരുപ്പ് കേട്ടോ. കൊള്ളാം, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങാന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി അവൾ തിരിച്ചു കൊണ്ട് വെച്ചു കേട്ടോ. അങ്ങനെ ഞാനും ഒരു ചെരുപ്പ് അവിടെ നിന്ന് തപ്പി കണ്ടുപിടിക്കുന്നുണ്ട്. ആ തപ്പി കണ്ടുപിടിക്കാൻ പോകുന്ന ചെരുപ്പ് കണ്ടോ ഇഷ്ടപ്പെട്ടപ്പോഴത്തേനും അങ്ങ് സ്ലോ ആയി. ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിലും കാലിട്ടൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഓൾറെഡി ആ ചെരുപ്പിൻ്റെ പോലെ തന്നെ ഒരു ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത്. എനിക്കതങ്ങോട്ട് ബോധിച്ചില്ല. ഞാൻ വേറൊരു ചെരുപ്പാണ് കേട്ടോ എടുത്തത്. ഇത് കൊള്ളാം, പക്ഷെ ഇതിന് കൂടെ ഞാൻ വേറൊരു ചെരുപ്പ് എടുത്തു. എനിക്ക് ഡെയിലി യൂസിന് മതിയായിരുന്നു ചെരുപ്പ്. അപ്പം ഞാൻ ഡെയിലി യൂസിന് വേണ്ടി വേറൊരു ചെരുപ്പ് എടുത്തു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ചെരുപ്പല്ലേ? എല്ലാവരും പറയുന്നത് നല്ലതാണ്. നിങ്ങളും പറയണേ, കമന്റിൽ കാണണം നമുക്കിത് നല്ലതാണോ അല്ലയോ. എനിക്ക് ചേരും എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം പറഞ്ഞപ്പോൾ ഞാനും ഓർത്ത് അന്ന് ഇതെടുത്തേക്കാൻ വേറെ എടുക്കണ്ടാന്ന്. എന്നിട്ട് ഇതെടുത്ത് ആദ്യം ആ കൊച്ചിൻ്റെ കൈ കൊടുത്തു. പിന്നെ എന്നിട്ട് വേറെയും ചെരുപ്പ് തപ്പും അതിൻ്റെ കൂടെ. ഇഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ മനസ്സിലൊരു തൃപ്തി വന്നിട്ടില്ല, അതുകൊണ്ട് തപ്പും. ഓരോന്ന് തപ്പി വേറൊരു ചെരുപ്പ് ഞാൻ അവസാനം എടുത്തു. ഇത് മുഴുവൻ കാണുന്ന ചെരുപ്പുണ്ടോ, അത് മുഴുവൻ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൾ അതെല്ലാം ഇട്ട് നോക്കും. ഓരോന്ന് ഓരോ സൈഡിൽ നിന്ന് ഇടും, എടുത്തു വെക്കും. ഓരോ സൈഡിൽ നിന്ന് ഇടും, എടുത്തു വെക്കും. ഇത് തന്നെ പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ചെന്ന് നാരങ്ങ വെള്ളം കുടിച്ചു. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സാധനങ്ങളൊക്കെ മേടിച്ചതെല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ 2 പിള്ളേരും കൂടി കൊണ്ട് കേട്ടോ. എനിക്ക് അവരുടെ അടുത്തോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ അവൻ പറയാ, സങ്കടമൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ വിഷമമുണ്ട് എന്നുള്ള ഡയലോഗൊക്കെയാണ് അവൻ്റെ ഭാഗത്തു നിന്ന്. മമ്മി എല്ലാം കൊണ്ട് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അന്നേരപ്പോഴാണ് മമ്മി പറയും, നാളെ കൊണ്ടുപോകാൻ പറ്റത്തില്ലേടേ, അവനറിയാം ഹർത്താലാണെന്ന്. അതും പറഞ്ഞ് ഞങ്ങൾ അച്ചയോട് ഞാനിതെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവൻ ഇതാണ് ചെയ്യണത്. അച്ഛ പറയാം, അവനെ സങ്കടപ്പെടുത്താതെ വഴക്കുണ്ടാക്കിക്കരുത്, അവനെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും നമ്മൾ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. നാളത്തെ ഹർത്താലിനെ കുറിച്ച് വിളിച്ച് പറഞ്ഞു പോകുന്നതാണ് ഈ കേൾക്കുന്നത്. ഇതെന്തോ വിളംബരം എന്നാണ് ഇവിടെ പറയുന്നത്. എനിക്കിത് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അത് നാളത്തെ ഹർത്താലിനെ കുറിച്ച് അവർ വിളിച്ച് പറഞ്ഞു പോകുന്നു. അറിയിപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പത്രത്തിൽ അറിയിക്കില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, പണ്ട് കാലം തൊട്ടേ ഉള്ളത് ആചാരം. അത് ആചാരവും എന്തോ ആയിക്കോട്ടെ, അതങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ആ ഓട്ടോയിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പച്ചക്കറി മുഴുവൻ മേടിച്ചിട്ടുണ്ട്. കാരണം നാളെ അവധിയാ, നാളത്തെ ദിവസം കഴിഞ്ഞു പോകണ്ടേ. ഒരാഴ്ച തന്നെയുള്ള സകല സാധനം മേടിച്ചു വെക്കും. ഒരു പൈനാപ്പിൾ ഇത് ഞങ്ങളുടെ സഞ്ചിയിലേക്ക് തന്നെയാണ്. നാളെ ജ്യൂസ് കുടിക്കാൻ കടയില്ല കേട്ടോ. ഈ ചൂടത്ത് ഞങ്ങൾ പൈനാപ്പിൾ അടിച്ച് കുടിക്കാന്ന്. ഞാൻ ഓട്ടോയിലിരുന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം മമ്മി ഞാനും കൂടെയാണ് പറയണത്. ഞാൻ അമ്മയെന്ന് മമ്മിന്ന് വേക്കെ വിളിക്കും. ഇതൊന്നും